കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിലെ കോടതി അലക്ഷ്യ നടപടിയുടെ ഭാഗമായി വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ഇന്ന് ഹൈക്കോടതി നേരിട്ട് ഹാജരാകണം. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് അദ്ദേഹത്തോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്ന് കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. ബിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് തത്സമയം. ഗുഡ് മോർണിംഗ് ബിപിൻ, പറയൂ. അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ കോടതി അലക്ഷ്യ നടപടി ഇപ്പോൾ വരുത്തിവെച്ചത് എന്നുള്ളത് പറയാം. കാരണം അദ്ദേഹം പല വിധത്തിലുള്ള കാരണങ്ങളായിരുന്നു കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇതുവരെയും പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ കോടതി മുഖവിലയ്ക്കെടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഇന്ന് നിർബന്ധമായും ഹൈക്കോടതിയിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശവുമാണ് നൽകിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഒരു INTUC-യുടെ നേതാവ് R ചന്ദ്രശേഖരനെ സംരക്ഷിക്കാൻ പിണറായി സർക്കാർ ഇത്രത്തോളം ശ്രദ്ധ കാണിക്കുന്നു എന്നുള്ളത് CPM-ൽ തന്നെ വലിയ ചർച്ചകൾക്കൊക്കെ തന്നെ വഴിവെച്ചതായിരുന്നു. 3 തവണയാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി CBI തേടിയതും അത് കോടതി ചോദിക്കുകയും ചെയ്തത്. എന്നാൽ ഈ കശുവണ്ടി ഇറക്കിയതുമായി ബന്ധപ്പെട്ടിട്ട് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കപ്പുറം അതിലൊരു അഴിമതി ഇല്ല എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രോസിക്യൂട്ട് ചെയ്യേണ്ട സാഹചര്യമില്ല എന്നുള്ളതുമായിരുന്നു. അതിനുള്ളൊരു അനുമതി ഇതുവരെയും നൽകിയിരുന്നില്ല. ഇതിലാണ് കോടതി അലക്ഷ്യ നടപടികളിലേക്ക് വ്യവസായ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ എടുക്കേണ്ടി വരും എന്നുള്ളത് ഹൈക്കോടതി ഒരു കർശന നിലപാട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തോട് ഹാജരാകാൻ പറഞ്ഞതാണ്, പക്ഷേ ഹാജരായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് നേരിട്ട് ഹാജരാകണം, തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം എന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. 2006 മുതൽ 2015 വരെ ആ സമയത്ത് അസംസ്കൃത കശുവണ്ടി ഇറക്കിയതുമായി ബന്ധപ്പെട്ട് അതിൽ ഫണ്ട് ദുരുപയോഗവും അഴിമതിയും നടന്നു എന്നുള്ളതായിരുന്നു CBIയുടെ കണ്ടെത്തൽ. അന്നത്തെ ഈ ബോർഡിന്റെ ചെയർമാനായിട്ടുള്ള R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന അനുമതി ചോദിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ 3 തവണയും അതിന് LDF സർക്കാർ അനുമതി കൊടുത്തിരുന്നില്ല. ഇപ്പോൾ VD സതീശൻ സർക്കാർ അത് INTUC നേതാവാണെങ്കിൽ പോലും കോടതി നടപടികൾ ആ വഴിക്ക് പോകട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അതിനുള്ള ഒരു അനുമതി നൽകുകയാണെങ്കിൽ വരും ദിവസം തന്നെ ആ നടപടികളിലേക്ക്, അത് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതികളിലേക്ക് CBI അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.